കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. പ്രതിഷേധങ്ങൾക്കൊടുവിൽ വാഹനമിടിച്ചു തകർന്ന ആനക്കയം പാലത്തിന്റെ കൈവരി പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. പാലത്തിന്റെ കൈവരി പൂർണ്ണമായും മാറ്റുന്ന രീതിയിലാണിത്. കോൺക്രീറ്റിന് ശേഷം പെയിന്റിംഗ് പ്രവൃത്തിയും നടക്കും. റോഡിനോട് ചേർന്ന് കോൺക്രീറ്റ് സ്ലാബ് നിർമ്മിച്ച് മുകളിൽ കൈവരി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി. മാരിയാടുള്ള മുഹമ്മദ് കൈനിക്കര എന്ന കരാറുകാരനാണ് പ്രവൃത്തി ടെൻഡർ എടുത്തത്. 1 മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തിയാക്കും. തിരക്കേറിയ റോഡിൽ വാഹനങ്ങൾ കടന്നുപോകുന്നത് നിർമ്മാണ പ്രവൃത്തിയെ ചെറിയ തോതിൽ ബാധിക്കുന്നുണ്ടെന്ന് തൊഴിലാളികൾ പറഞ്ഞു. 2.5 മാസം മുൻപാണ് പാലത്തിന്റെ കൈവരി മണ്ണുമാന്തി യന്ത്രം ഇടിച്ചു തകർന്നത്. അപകടത്തിന് ശേഷം താൽക്കാലിക വീപ്പകൾ സ്ഥാപിച്ചും ചുറ്റും റിബൺ കെട്ടുകയും ചെയ്തിരുന്നു. പിന്നീട് ലോറി ജഡ്ജിയുടെ കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാവുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ഒരാഴ്ചയ്ക്ക് ശേഷം റോഡിലേക്ക് തള്ളി നിന്ന വീപ്പയിൽ തട്ടാതിരിക്കാൻ വെട്ടിച്ച ബൈക്കും മറ്റൊരു ബൈക്കും കൂട്ടിയിടിച്ച് വളിക്കാപ്പറ്റ കാഞ്ഞമണ്ണ സ്വദേശി അഹമ്മദ് റിഷാബ് മരിച്ചിരുന്നു. ഇതോടെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായി. കൈവരി തകർന്നത് വാഹനങ്ങൾക്ക് ഭീഷണി സൃഷ്ടിച്ചിരുന്നു. 5 മീറ്ററോളം നീളത്തിലാണ് കൈവരികൾ തകർന്നത്. കാലപ്പഴക്കം കാരണം പാലത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ കൈവരിയുടെ ചില ഭാഗങ്ങളും തകർന്നിരുന്നു. ഇതോടെയാണ് പൊതുമരാമത്ത് വകുപ്പ് 20 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചത്. പാലത്തിന്റെ കൈവരി നന്നാക്കുന്നതിനോടൊപ്പം ലൈറ്റും നിരീക്ഷണ ക്യാമറയും സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പാലത്തിന് സമീപം സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ച വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനം ഒരുക്കണം. ചെക്ക് പോസ്റ്റ് മുതൽ ആനക്കയം അങ്ങാടി വരെ നടപ്പാതകൾ നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.